എന്നാൽ ഈ ലൈംഗിക ചേഷ്ടയാണ് പ്രശ്നം എന്നുള്ളതാണല്ലോ, അതാണല്ലോ ഈ കുഴപ്പത്തിന് കാരണം എന്നുള്ളതാണല്ലോ ആരോപണം. അതിൽ ഏറ്റവും നിർണായകമാവുന്ന തെളിയിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട CCTV ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ മെമ്മറി കാർഡ് കാണാതായി എന്ന് പറയുന്നത് ആരുടെ കുറ്റമാണ് ശ്രീ ശരത് പ്രസാദ്? മെമ്മറി കാർഡ് കാണാതായി എന്നുള്ളത് പോലീസ് അന്വേഷിക്കേണ്ടതാണ്. അത് ഏത് വിധേനയാണ് നഷ്ടപ്പെട്ടത്, എങ്ങനെയാണ് അത് നഷ്ടപ്പെട്ടത് എന്നുള്ളത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടുന്ന കാര്യമാണ്. അതൊരു അസ്വാഭാവികതയില്ല, അതൊരു അസ്വാഭാവികതയില്ലേ ശരത്തെ? അതൊരു അസ്വാഭാവികതയില്ല. കാര്യം അവിടെ 4 KSRTC ബസ്സുകളിൽ ഈ പറയുന്ന സംവിധാനമുണ്ട്. സൂക്ഷ്മം ഈ ബസ്സിൽ മാത്രമുള്ള മെമ്മറി കാർഡ് കാണാതാവുന്നു. തീർച്ചയായും അതിൽ അസ്വാഭാവികതയുണ്ട്. ആ ബസ്സിനകത്ത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അറിയാനും തങ്ങളുടെ ഭാഗത്തുള്ള തെറ്റ് മറയ്ക്കാനും വേണ്ടി അത് അവിടെ നിന്ന് മാറ്റിയതാണോ, ഈ ഡ്രൈവർ തന്നെ നേരിട്ട് മാറ്റിയതാണോ എന്ന കാര്യം ഉൾപ്പെടെ അന്വേഷിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഡ്രൈവർ എങ്ങനെ മാറ്റാൻ കഴിയും? ഡ്രൈവറിനെ ആ രാത്രി പോലീസ് കൊണ്ടുപോയതാണ്. ഡ്രൈവറിനെ ആ രാത്രി ഇറക്കി പോലീസ് കൊണ്ടുപോയതാണ്. പിന്നെ എങ്ങനെയാണ് ഡ്രൈവറിന് സാധ്യമാവുക? സ്വാധീനം ഉപയോഗിച്ച് ഏതെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. ഏതെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് അത് അങ്ങോട്ട് പറയട്ടെ. ഒരു കാര്യം മിണ്ടാൻ സമ്മതിക്കുന്നില്ലല്ലോ, ഒരു കാര്യം പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ നമ്മള്. ഈ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് വലിയ സൈബർ ആക്രമണം ഈ ബസ് ഡ്രൈവറെ ന്യായീകരിച്ചുകൊണ്ടും ആര്യയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടും വലിയ സൈബർ ആക്രമണവും മാധ്യമക്രമവും നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരിയായി ഒരു ജനപ്രതിനിധിയായി എന്നൊരൊറ്റ കാരണം കൊണ്ട് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ പാടില്ല എന്ന നിലപാട് കേരളത്തിനകത്ത് വരുന്നത് അങ്ങേയറ്റ അപമാനകരമാണ്. കാരണം നേരത്തെ ഇപ്പോൾ നിങ്ങളുടേത് ഉൾപ്പെടെയുള്ള ചാനലുകൾ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരായി പ്രതികരിക്കുമ്പോൾ, അവരുടെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കുന്ന പ്രശ്നങ്ങൾക്കെതിരായി പ്രതികരിക്കുമ്പോൾ അതിനെ കൈയടിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന സമീപനമാണ് സ്വീകരിക്കാറ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ജനപ്രതിനിധിയായി എന്നതുകൊണ്ട് തൻ്റെ ആത്മാഭിമാനം വ്രണപ്പെടുമ്പോൾ അല്ലെങ്കിൽ തനിക്കെതിരെ ഇത്ര അധിക്ഷേപം ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുമ്പോൾ ഡ്രൈവറെ ഇരവൽക്കരിച്ചുകൊണ്ട് ഡ്രൈവറെ മഹത്വവൽക്കരിക്കുന്ന സമീപനമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ആരെയും ഇരവൽക്കരിക്കുകയോ ആരെയോ മഹത്വവൽക്കുകയോ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ഇവിടെ സംശയത്തിന്റെ അന്തരീക്ഷം ഉണ്ടാവാൻ കാരണം? എന്തുകൊണ്ടാണ് സംശയത്തിന്റെ അന്തരീക്ഷം ഉണ്ടാവാൻ കാരണം? ഈ ഡ്രൈവർ എത്രയായാലും മേയർ ആര്യ ഒരു നഗരത്തിന്റെ മേയറാണ്, ഒരു നഗരപിതാവ് എന്ന പദവിയിലിരിക്കുന്ന ആളാണല്ലോ. മറ്റുള്ളത് MLA ആണ്. നിങ്ങൾ അധികാരപക്ഷത്ത് നിൽക്കുന്ന 2 പേരാണ് അവിടെയുള്ളത്. മറ്റേ പക്ഷത്ത് നിൽക്കുന്ന ആരാണ്? ഒരു എംപാനൽ ഡ്രൈവറാണ്. ഒരു ദിവസം 700 ചിലവാൻ രൂപയ്ക്ക് പണിയെടുക്കേണ്ടി വരുന്ന ഒരു എംപാനൽ ഡ്രൈവറാണ്. അപ്പോൾ ഈ പറഞ്ഞ തുലാസിൽ വെച്ച് നോക്കിയാൽ ആരാണ് ദുർബലൻ? അത് യദുവാണ് ദുർബലൻ. ഒരു തർക്കം അക്കാര്യത്തിലില്ല. ശ്രീ ശരത് പ്രസാദ് ആ യദു ലഹരി ഉപയോഗിച്ചോന്ന് മേയർ പറഞ്ഞു. അന്വേഷണത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടില്ല. ആ വണ്ടിയെ ചേസ് ചെയ്തിട്ടില്ല. ആ വണ്ടി റെഡ് സിഗ്നൽ എത്തിയപ്പോഴേക്കും പാർക്ക് ചെയ്തിട്ടിറങ്ങി ഒന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, വട്ടം വിട്ടു. ആ സീബ്രാനിൽ നിൽക്കുന്ന CCTV ദൃശ്യങ്ങൾ വരുമ്പോൾ ആ വാദവും പൊളിയുന്നു. അങ്ങനെ വാദങ്ങൾ ഓരോന്നായി പൊളിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നത് അതിനിർണായകമായി വ്യക്തമാകുന്ന ആ CCTV ദൃശ്യങ്ങൾ കാണാനില്ല എന്ന വാർത്ത കൂടി വരുന്നത്. സംശയിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് ശരത്ത്? അപ്പോൾ സംശയിക്കുമ്പോൾ ഈ യദുവുമായി ബന്ധപ്പെട്ട് 2017 നേമം പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 683/2017 ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ യദുവിൻ്റെ പശ്ചാത്തലം എന്താണ്, ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് കാര്യം? ഞാനതിൻ്റെ വേണമെങ്കിൽ ഇപ്പോൾ ഹാഷ്മി ഇത്രയും പറഞ്ഞല്ലോ, ഞാനിതിൻ്റെ ഒരു FIRൻ്റെ ഒരു ചുരുക്കം ഞാൻ വേണമെങ്കിൽ ഒന്ന് വായിക്കാം. പ്രതി പൊതുസ്ഥലത്ത് വെച്ച് ആവലാതിക്കാരിയുടെ അന്തസ്സിനും ഹാനി വരത്തക്ക വിധം അശ്ലീല പരാമർശങ്ങൾ നടത്തുകയും ലൈംഗിക ആവശ്യങ്ങൾക്ക് ക്ഷണിക്കുകയും മാനത്തെ അധിക്ഷേപിക്കുകയും ചെയ്തു എന്നുള്ള ഉദ്ദേശത്തോടു കൂടി 30/3/2017 17:15 മണിക്ക് നേമം വില്ലേജ്, നേമം വാർഡ്, തളിയച്ചാപുരം പൊതു റോഡിൽ വെച്ച് നടന്ന് വരികയായിരുന്ന ആവലാധികാരിയോട് പ്രതി അന്യായമായി തടഞ്ഞു നിർത്തുകയും പാൻസിൻ്റെ സെബൂരി ആവലാധികാരിയെ കാണിക്കുകയും തുടങ്ങി. അങ്ങനെ പിന്നെ ഒരു പൊതുവായി പറയാൻ കഴിയാത്ത നിലയിലുള്ള കാര്യമാണ്. ഇതൊരു പൊതുരേഖയാണ്. യദുവിന്റെ പേരിൽ 2017 ഒരു പൊതുരേഖയാണ്. 2017 രജിസ്റ്റർ ചെയ്ത ഉണ്ട് 653/2017 കേസ്. അത് കോടതിയിലേക്ക് എത്തുകയും കോടതിയിൽ തീർപ്പായ കേസുമാണ്. അതിൽ കുറ്റക്കാരനല്ല എന്ന് കോടതി പറഞ്ഞു എന്നുള്ളതാണ് യദു പറയുന്നത്. അതിന്റെ യാഥാർത്ഥ്യം എത്രത്തോളം ഞാൻ അന്വേഷിച്ച് കിട്ടിയിട്ടില്ല. ആ കേസ് ഇപ്പോൾ നിലവിലില്ല എന്നാണ് ഡ്രൈവർ പറഞ്ഞത്. നിങ്ങൾ അന്വേഷിക്കണം. അല്ല, നിലവിൽ ആ കേസ് ഉണ്ട്, അങ്ങനെയാണോ പറയുന്നത്? ഇതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പേരിൽ ഇതുപോലെ തന്നെ ഇത്തരമൊരു കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആളാണ് യദു.
ഇത്തരം ഒരു കേസിൽ ഇപ്പൊ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഇത്തരം ഒരു കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാളാണ്, സ്ത്രീയുടെ ഒരു പരാതിക്കിരയായ ഒരാളാണ്. ഇതുപോലെ തന്നെ ഉദാസീനമായി ഭാഗമായിട്ട് മനുഷ്യജീവന് രാഷ്ട്രീയ വരും. നമ്മുടെ നിയമരീതി എങ്ങനെയാണ്? നമ്മുടെ നിയമരീതി കേസെടുക്കുന്നു, കുറ്റപത്രം, വിചാരണയ്ക്കൊടുവിൽ കോടതി എന്ത് തീർപ്പ് കൽപ്പിക്കുന്നു എന്ന അടിസ്ഥാനമാക്കിയല്ലേ ഒരാൾ കുറ്റക്കാരനാണോ കുറ്റവാളിയാണോ അല്ലേ എന്ന് തീരുമാനിക്കുക. അയാൾ കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അയാൾ കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമാണ്. കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇത്തരം ഒരു മാത്രമല്ല ഇത് കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു സ്ത്രീ കൃത്യമായി ഉണ്ടെങ്കിൽ FIR-ന് പ്രസക്തി ഉണ്ടോ എന്നുള്ളതല്ല, ഇദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പൂർവ്വ പശ്ചാത്തലമുണ്ട്, സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നതിൻ്റെ പൂർവ്വ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ മേയർ MLA എന്നുള്ളതൊക്കെ പോട്ടെ, ഏതൊരു മനുഷ്യനായാലും എന്റെയും നിങ്ങളുടെയും വീട്ടിലുള്ള സ്ത്രീകളോടായാലും അപമര്യാദയെ പെരുമാറിക്കഴിഞ്ഞാൽ നിയമത്തിന്റെയും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല ചിലപ്പോൾ പ്രതികരിക്കുക. സാർ അന്വേഷിക്കേണ്ടത് ആരാണ്? ശരിയാണ്, ഏതൊരു മനുഷ്യനെ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു ഔട്ട്റേജ് ഉണ്ടായി, ആ ഔട്ട്റേജിനെ കുറ്റമൊന്നും കാണുന്നില്ല. പക്ഷേ അതിനുശേഷം അന്വേഷിക്കേണ്ടത് ആരാണ്? അല്ല, ഞാൻ പറഞ്ഞത് ഒരു നഗര പിതാവിനെ, ഒരു നഗരത്തിന്റെ മേയറെ അശ്ലീല ചേഷ്ട കാണിച്ച ഒരാൾ, മേയറാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനുശേഷം മേയറാണെന്ന് അറിയാമല്ലോ, ചേഷ്ട കാണിച്ച ഒരാൾക്കെതിരെ തെളിവ് സംഘടിപ്പിക്കാൻ പോലീസിന് കഴിയുന്നില്ലെങ്കിൽ ആരുടെ പരാജയമാണ് ശ്രീ ശരത് പ്രസാദ്? അത് ആ തെളിവ് എന്താണ്? അങ്ങനെ പറഞ്ഞൊഴിയാൻ കഴിയോ? അങ്ങനെ പറഞ്ഞൊഴിയാൻ കഴിയോ? നക്ഷത്രം പോലെ ഈ പറയുന്ന ആരോപണങ്ങൾ അതെങ്ങനെയാണ് അങ്ങനെ പറഞ്ഞൊഴിയാൻ കഴിയുക? ഈ പറയുന്ന ആരോപണങ്ങൾ നക്ഷത്രം പോലെ കണ്ടെത്താമായിരുന്ന ഒരു ദൃശ്യം എന്ന് പറഞ്ഞാൽ ഡ്രൈവറിന്റെ മുഖത്തേക്ക് അടക്കം നിൽക്കുന്ന 3 ക്യാമറകൾ, ബാക്കിൽ സംഭവിച്ച എന്താണ്, ഇടയ്ക്ക് സംഭവിക്കുക എന്താണെന്ന് കൃത്യമായി അറിയാവുന്ന 3 ക്യാമറകളുള്ള അതിന്റെ മെമ്മറി കാർഡ് മാത്രം ആ അന്തരീക്ഷത്തിൽ ആവിയായി പോവുകയാണ്. അത് ആരുടെ താല്പര്യമാണ്? ഈ ബസ് ആരുടെ കസ്റ്റഡിയിലായിരുന്നു? ആവിയായി പോകുന്നല്ലേ, എങ്ങനെ പോയി ആ താല്പര്യം അന്വേഷിക്കണം, അത് കണ്ടുപിടിക്കണം, അത് അന്വേഷിക്കണം, പോലീസ് അന്വേഷിക്കണം, അത് സംസ്ഥാന പോലീസ് അന്വേഷിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷെ ഇത് ശനിയാഴ്ച രാത്രി ഉണ്ടായ സംഭവമാണ്, ആളുകളെ ഒരു തർക്കമാക്കരുത്തില്ല, ശരിയല്ല. ഈ ശനിയാഴ്ച രാത്രി ഉണ്ടായ സംഭവമാണ്. പോലീസ് ആ വണ്ടിയിൽ പോയി ഇതുണ്ടോ നോക്കുന്നത് ഇന്ന് രാവിലെയാണ്. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ്? ഇത്ര ഗുരുതരമായ ഒരു ആരോപണം മേയർ പരാതി കൊടുത്തിട്ടും 4 ദിവസം കാറ്റിന് കാറ്റ് പിടിച്ച പോലെ പോലീസ് സംവിധാനത്തെ ഇന്നാളിലെ സ്ത്രീകൾ എങ്ങനെയാണ് വിശ്വസിക്കുക? ശരത്തെ, അല്ല, ഈ നാട്ടിലെ കേരളത്തിലെ പോലീസ് ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ കൂടി നിങ്ങളൊന്ന് പരിശോധിക്കുമോ? നിങ്ങളിപ്പോൾ ഈ കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ BJP-യുടെ തന്നെ ഘടകകക്ഷിയായിട്ടുള്ള MP-യുടെ നേതൃത്വത്തിൽ മേലിൽ വരുന്ന ആക്ഷേപത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കുക. അതിനെതിരെ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു? ഇവിടെ കേരളത്തിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ആത്മാഭിമാനത്തെ വ്രണപ്പെടുമ്പോൾ പ്രതികരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പോലീസിൽ കേസ് കൊടുത്തു, പോലീസ് കേസെടുത്തു, അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. പക്ഷേ അത് നടക്കുമ്പോൾ തന്നെ മേയറെയും MLA-യും കുറ്റക്കാരനാക്കി ചിത്രീകരിക്കുന്ന മാധ്യമങ്ങൾ, നല്ല ദൃശ്യമാധ്യമങ്ങളും നവമാധ്യമങ്ങളിലെ ചില രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയിട്ടുള്ള ഇടപെടലുകളും ഒക്കെ ഉയർന്നു വരുന്നു എന്നുള്ളത് അങ്ങേയറ്റ അപലപനീയമാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ ആര്യയോട്, അത് ഈ നാടിനകത്തെ മാധ്യമങ്ങളും അതുപോലെ തന്നെ സൈബർ രംഗത്തെ ചില ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റ അപലപനീയമായിട്ടുള്ള കാര്യമാണ്. അത് ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ തീർച്ചയായും വലിയ പ്രതികരണം നമ്മുടെ നാടിനകത്ത് ഉയർന്നു വരുന്നത്. ഇതിപ്പോൾ വേറൊരു സ്ത്രീക്കാണ് ഈ അനുഭവം ഉണ്ടായെങ്കിൽ നിങ്ങൾ പറയുക ഗതാഗത വകുപ്പിന്റെ കുറ്റാന്ന് പറയാം. ഈ ഡ്രൈവർ കേരള സർക്കാരിന്റെ ഡ്രൈവറാണ്, ഈ ഡ്രൈവർ മറ്റേ ഗതാഗത വകുപ്പാണ്, ഗതാഗത വകുപ്പിൽ ജയിലിൽ ചെയ്യുന്ന ആൾക്കാരുടെ സ്വഭാവം നല്ല എന്ന് പറയാം. മേയർ ആയതുകൊണ്ട്, ശരത് പ്രസാദ് ഭാര്യ മേയർ ആയതുകൊണ്ടോ കമ്മ്യൂണിസ്റ്റുകാരി ആയതുകൊണ്ടോ ഭർത്താവ് MLA ആയതുകൊണ്ടോ അല്ല. ഈ പറയുന്ന അതിനിർണായകമായ തെളിവുള്ള മെമ്മറി കാർഡ് മാറ്റിയെങ്കിൽ അത് കേസ് അട്ടിമറിക്കാനാണെന്ന് ആരോപിച്ചാലോ? ഈ പറയുന്ന ഈ മേയർ ആര്യരാജൻ ആരോപിക്കുന്ന അത് ആരട്ടിമറിക്കാൻ വേണ്ടി ചെയ്തു എന്നാണ് പറയുന്നത്. KSRTC-യുടെ പക്കലുള്ള സർക്കാർ സംവിധാനത്തിലുള്ള ഒരൊറ്റ മിനിറ്റ് സാർ, അതൊക്കെ സത്യം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ സർക്കാർ സംവിധാനത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ KSRTC-യുടെ പക്കലുള്ള പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ആ ബസ്സിൽ നിന്നും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാകേണ്ട മെമ്മറി കാർഡ് മാറിയതിൽ നിങ്ങൾ അട്ടിമറി സംശയിക്കുന്നത് എങ്ങനെയാണ്?
അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ്. അത് ഞങ്ങൾ സംശയിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അത് എടുത്തു മാറ്റപ്പെട്ടിട്ടുണ്ടോ, ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വല്ല ആളുകളും ഇവരെ പോലെയുള്ളവരുടെ സഹായികളോ വല്ല ജീവനക്കാരോ എടുത്തു മാറ്റിയാണ് ഞങ്ങൾ സംശയിക്കുന്നത്. പരാതിക്കാരി ഒരു നഗരത്തിന്റെ മേയറാണെന്ന് പറഞ്ഞാൽ പോലും അതിലെ പ്രതി വിചാരിച്ചാൽ എടുത്തു മാറ്റാൻ കഴിയുന്ന സംവിധാനങ്ങളാണ് നമ്മുടെ പോലീസ് സംവിധാനം അല്ലേ ശരത് പ്രസാദ്? എന്നിട്ടാണ് താങ്കൾ പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രതി വിചാരിച്ചാലല്ല. മേയർ കമ്മ്യൂണിസ്റ്റുകാരി ആയതുകൊണ്ട്, MLA കമ്മ്യൂണിസ്റ്റുകാരി ആയതുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഇവരെല്ലാം ഇതിനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഈ ഡ്രൈവറെ ഗോവിന്ദചാമി കേരളത്തിലെ ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പറെ ഗോവിന്ദചാമി നിങ്ങൾ അവരെ ഇതാണ് ഈ ഡ്രൈവർ കാണിച്ച മര്യാദകേട് എന്ന് വളരെ ഭംഗിയായി വളരെ വ്യക്തമായി പറയേണ്ട ദൃശ്യങ്ങൾ കാണുന്നില്ലെങ്കിൽ അതാരെ രക്ഷിക്കാനാണ് ശരത് പ്രസാദ്? താങ്കൾ പറയുന്നത് അട്ടിമറിയാണ്. അട്ടിമറിയാണെങ്കിൽ പോലീസ് സംവിധാനത്തിന് കീഴിൽ KSRTC കീഴിൽ ഒരു പ്രതിക്ക് വേണ്ടി സംവിധാനങ്ങൾ ഒന്നാകെ നിൽക്കുകയാണ് എന്ന് കരുതണോ? എന്നാൽ പോലീസ് സംവിധാനം പിരിച്ചുവിട്ടൂടെ? അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു മേയറുടെ പരാതിയിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് കാക്കാൻ കഴിയുന്നില്ലെങ്കിൽ സംവിധാനം എന്തിനാ പിരിച്ചുവിടുന്നത്? ഇപ്പോ കണ്ട, ഇതാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങളൊരു അജണ്ട വെച്ച് നിങ്ങൾ സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് സർക്കാരിനെതിരെ പറയണം, മേയർക്കെതിരെ പറയണം, MLA-ക്കെതിരെ പെരുമാറിയതിനെ കുറിച്ച് ഒരക്ഷരം ഞാൻ മേയർക്കൊപ്പം നിന്നാ പറയുന്നത്. മേയറുടെ പരാതിയിൽ പോലും കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇതിനെതിരെ മേയറുടെ പരാതിയിൽ പോലും അത് തന്നെ പരാതിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? മെമ്മറി കാർഡിനല്ലേ ചർച്ച തുടങ്ങേണ്ടത്? മേയറുടെ പരാതിയിൽ പോലും അതിലെ ഏറ്റവും കാമ്പായ തെളിവ് അത് ഇതേത് നാടാണ്? പരാതിക്കാരി ഒരു മേയറല്ലേ? അപ്പൊ സാധാരണക്കാർ അവസ്ഥയാണ് എന്താകും? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരാതിക്കാരി മേയറാണ് എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത്. മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ CPM-ന് പരാതിയില്ല അല്ലേ? അതുപോലെ തന്നെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ CPM-ന് പരാതിയില്ല, രോഷവുമില്ല. അന്വേഷിക്കട്ടെ എന്ന് വളരെ പാസീവായി പറഞ്ഞു പോവാണ്. എന്നിട്ട് ഡ്രൈവർ ഡ്രൈവർ മുൻപ് കാണിക്കുന്ന കാര്യം പറയുന്നത്. എന്നാൽ മെമ്മറി കാർഡ് പോയതിൽ ഒരു രോഷവുമില്ല, അത് പോലീസ് അന്വേഷിക്കട്ടെ എന്ന് എപ്പോഴും പറയുന്ന ഒരു പാസീവായി പറഞ്ഞു പോവാണ്. സർ, CPM ആഭ്യന്തര വകുപ്പിനോട് പറയണം, അല്ലെങ്കിൽ DYFI ആഭ്യന്തര വകുപ്പിനോട് പറയണം. അന്വേഷിക്കട്ടെ. കേരളത്തിലെ പോലീസ് അത്ര മോശമുള്ള പോലീസാണോ? കേരളത്തിലെ പോലീസ് മെമ്മറി കാർഡ് ഇല്ല നിലവിൽ. ഇന്ത്യ മഹാരാജ്യത്ത് സമാധാനത്തിന് ശരത് പ്രസാദ് നിലവിൽ ഈ മെമ്മറി കാർഡ് ഇല്ല. മെമ്മറി കാർഡ് എങ്ങനെ ശരത് പ്രസാദ് നിലവിൽ ഈ മെമ്മറി കാർഡ് ഇല്ല. പാസീവായി പോലീസ് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞൊഴിയാതെ ആഭ്യന്തര വകുപ്പ് DYFI ആവശ്യപ്പെടുവോ? സർ, ആഭ്യന്തര വകുപ്പ് DYFI ആവശ്യപ്പെടുവോ ഈ കേസ് പ്രതിക്ക് അനുകൂലമായി അട്ടിമറിക്കാൻ KSRTC ശ്രമിച്ചു എന്ന് പരാതിപ്പെടുവോ? ഈ കേസ് പ്രതിക്ക് അനുകൂലമായി അട്ടിമറിക്കാൻ ഞങ്ങൾക്ക് ആക്ഷേപമല്ല. പിന്നെ ഡ്രൈവർ ലൈംഗിക വൈകൃതമുള്ള ഒരാളാണെന്നുള്ളത് കൊണ്ട് KSRTC മൊത്തം അങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായം. സർ, ലൈംഗിക വൈകൃതമുള്ള ഈ ഡ്രൈവറെ പോലീസ് പിടികൂടി കൊണ്ടുപോയതല്ലേ? പക്ഷേ ഈ പ്രതിയുടെ ലൈംഗിക വൈകൃതമുള്ള ഡ്രൈവർക്ക് സസ്പെൻഷൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ ഇതുവരെ? പേരിൽ കേസെടുത്തു. സർ, ഈ ലൈംഗിക വൈകൃതമുള്ള ഡ്രൈവർക്കെതിരെ KSRTC ഒരു സസ്പെൻഷൻ നോട്ടീസ് കൊടുത്തോ? ഒരു സസ്പെൻഷൻ ഉത്തരവ് കൊടുത്തോ? ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പോലീസിൽ ആവശ്യപ്പെട്ടിട്ട് ഞങ്ങൾ മറ്റേ ഗണേഷ് കുമാർ മിനിസ്റ്ററോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണം, സർവീസിൽ തുടരാൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ വെറുതെ ആവശ്യപ്പെടുമ്പോഴും സംഭവം ഇത്ര ദിവസം കഴിയുമ്പോഴും രേഖാമൂലം ഒരു അറിയിപ്പ് അയാൾ കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇത്ര ഗുരുതരമായ ഗോവിന്ദചാമി ടൈപ്പ് അപരാധിയാണെങ്കിൽ ആ അപരാധി കേസായി തുടരുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോഴും? അയാളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട്. അതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്, അത് നടക്കുന്നുണ്ട്. അത് അതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് വരും. നിങ്ങൾ മറ്റേ വെടിപൊട്ടുന്നതിന് മുമ്പ് ടോന്ന് ശബ്ദം പറയേണ്ട കാര്യമില്ല, കാണിക്കേണ്ട കാര്യമില്ല. നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് വരും. താങ്കൾ തന്നെ പറയുന്നു ഇത് ഗോവിന്ദചാമി മോഡൽ കൊടിയ ലൈംഗിക വൈകൃതമുള്ളതാണെന്ന് പറയുന്നു. നേരത്തെ 2017 ആരെയോ ഞാൻ അങ്ങനെ താങ്കൾ നേരത്തെ പറഞ്ഞാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ലൈംഗിക വൈകൃതമുള്ളതാണെന്ന് പറഞ്ഞാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ ഡ്രൈവർ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത് താങ്കൾ പറഞ്ഞാണ്. അല്ല, ലൈംഗിക വൈകൃതമുള്ളതാണ് പറഞ്ഞല്ലേ? ഞാൻ പറഞ്ഞ കാര്യം എന്താ? ഞാൻ പറഞ്ഞത് ലൈംഗിക വൈകൃതമുള്ളതാണ്. അതിനനുസരിച്ചുള്ള നേരത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്, ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു. അതിന്റെ FIR-ന്റെ കോപ്പിയാണ് ഞാൻ ഇവിടെ വായിച്ചത്. ലൈംഗിക വൈകൃതങ്ങളുടെ പ്രീസിഡൻസ് ഉള്ള ആൾ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. ഈ ലൈംഗിക വൈകൃതത്തിന്റെ പ്രീസിഡൻസ് ഉള്ള ആൾ, മേയർ ആര്യ രാജേന്ദ്രനോട് അത് ആവർത്തിക്കുന്ന ആൾ ഇപ്പോഴും KSRTC തുടരുന്നതിന്റെ യുക്തി എന്താണ് ശരത് പ്രസാദ്? അയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
അപ്പൊ നാളെ ഞങ്ങൾ ബലമായിട്ട് അയാളെ പോയി തല്ലിയത് കയ്യേറ്റം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയല്ലേ നേരെ തിരിച്ചു പറയുക? അത്ര ദുർബലമായി നിങ്ങൾ തന്നെയാണല്ലോ നേരെ തിരിച്ചു പറയുക. സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. നിങ്ങൾ ആരെ പറഞ്ഞ് വിശ്വസിക്കും? നിങ്ങൾ ഈ നാട് ഭരിക്കുന്ന പാർട്ടി, ആഭ്യന്തരവും കയ്യിലുള്ള പാർട്ടി, ആ പാർട്ടി വളരെ ദുർബലമായി സർക്കാരിനോട് അപേക്ഷിക്കുകയാണ്, ഇയാളെ ഒന്ന് മാറ്റി നിർത്തണേ എന്ന് അപേക്ഷിക്കുന്നു. സർക്കാർ അത് കേൾക്കാതിരിക്കുന്നു. നിങ്ങൾ പിന്നെ അപേക്ഷിച്ചു, സർക്കാർ കേൾക്കാതിരിക്കുന്നു. ഈ നിമിഷവും അയാൾക്കെതിരെ ഔദ്യോഗികമായി രേഖാമൂലം ഒരു നോട്ടീസ് കൊടുത്തിട്ടില്ല. ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെന്താണ് സാർ ഒരു നോട്ടീസ് കൊടുക്കാൻ പാട്? നടപടി എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെന്താണ് ഞങ്ങൾ ഗതാഗത മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാർ പിന്നെന്താണ്? സ്വിച്ചിട്ട ബൾബ് എത്തുന്ന സംവിധാനമല്ല സർക്കാർ സംവിധാനം. അങ്ങനെ ആവണ്ടേ? ഞാൻ പറഞ്ഞു, താങ്കൾ പറയുന്ന മട്ടിൽ അങ്ങനെയാണോ സാർ? അതിഗുരുതരമായ ലൈംഗിക വൈകൃതമുള്ള ഒരാൾ KSRTC ജോലി ചെയ്യുന്നത് സ്വിച്ചിട്ട പോലെ ബൾബ് കത്തണം. സ്വിച്ചിട്ട പോലെ ബൾബ് കത്തണം. അല്ല, ഇത് രണ്ട് വിഭാഗത്തിന്റെയും അല്ല, നിങ്ങളുടെ പരാതികളുണ്ടല്ലോ. പക്ഷെ നിങ്ങൾ തന്നെയാണല്ലോ നേരെ തിരിച്ചും പറയുന്നത്. ഇത് പരിശോധിച്ച് സർക്കാരും അതുപോലെ തന്നെ പോലീസും ന്യായമായ നടപടി സ്വീകരിക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. തെരുവിൽ നേരിടും എന്നുള്ളതാണ് DYFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുള്ളത്.